സർ, കേരളത്തിൽ ടൂറിസത്തിന് വലിയ സാധ്യതകളുണ്ട്. കേരളത്തിലെയും ഭാരതത്തിലെയും ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുക? താങ്കൾ വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് എന്ന് ഞാൻ പറയുന്നു. വരുന്ന നാളുകളിൽ ഭാരതത്തിന്റെ വളർച്ചയിൽ വളരെ വലിയ സംഭാവന നൽകാൻ ടൂറിസത്തിന് കഴിയും. കാരണം G20-യിൽ എനിക്കത് അനുഭവപ്പെട്ടതാണ്. G20-യിലൂടെ എൻ്റെ സംസ്ഥാനങ്ങളെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. അതിലൂടെ ലോകം എൻ്റെ സംസ്ഥാനങ്ങളുടെ ശക്തി തിരിച്ചറിയും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ G20-യുടെ 200ഓളം സമ്മേളനങ്ങൾ ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. ലോകത്തിലെ ജനങ്ങൾക്ക് അപ്പോൾ മനസ്സിലായി, ഭാരതം എന്നാൽ കേവലം ഡൽഹി മാത്രമല്ല, ഭാരതം എന്നാൽ കേവലം ആഗ്ര മാത്രമല്ല, ഭാരതം എന്നാൽ ധാരാളം അത്ഭുതങ്ങളുടെ നാടാണ്. അതിനാൽ തന്നെ ഞാൻ അടിത്തറ ഉണ്ടാക്കുന്നതിനായി ഒന്നിനു പുറകെ ഒന്നായി ലോകത്തിലെ ഏതൊരു രാജ്യത്തിന്റെ നേതാവ് വന്നാലും ഞാൻ ആ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകും. അത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. ആഫ്രിക്കയിലെ തന്നെ ഒരു പെൺകുട്ടിയുടെ കണ്ണിന്റെ ചികിത്സ കേരളത്തിലാണ് നടത്തിയത്. അവിടുത്തെ രാഷ്ട്രപതി പിന്നീട് അതിന് വളരെ വലിയ പ്രചരണം നൽകി. നമ്മുടെ കേരളത്തിൽ ആയുർവേദമുണ്ട്. അവിടെ എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾ ഇവിടെ വരൂ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നു. അങ്ങനെ ഞാൻ സ്വയം കേരളത്തിന്റെ ഒരു അംബാസഡറായി മാറി ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കൂ, കേരളത്തിൽ എന്താണ് ഇല്ലാത്തത്? എത്രയോ നല്ല വനങ്ങളുണ്ട്, എത്ര നല്ല കടലുകളുണ്ട്, എത്ര നല്ല മലഞ്ചെരിവുകളുണ്ട്. എന്നാൽ നാം അവയെ ശരിയായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. സാഹസിക കായിക ഇനങ്ങൾ പോലെയുള്ളവ നടപ്പാക്കാൻ കഴിയും. ആധ്യാത്മിക കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങൾ തന്നെ എത്രയോ ഉണ്ട്. ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, അങ്ങനെ അവിടെ എന്താണ് ഇല്ലാത്തത്? ഭാരതത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളി കേരളത്തിലാണ്. ചേരമാൻ ജുമാ മസ്ജിദ് ഭാരതത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മസ്ജിദാണ്. നമ്മുടെ ആയോധന കലയായ കളരിപ്പയറ്റ്, ലോകപ്രശസ്തമായ കഥകളി, മോഹിനിയാട്ടം, എന്താണ് ഇവിടെ ഇല്ലാത്തത്? ഞാൻ മനസ്സിലാക്കുന്നത് ടൂറിസത്തിൽ തന്നെ വെൽനസ് ടൂറിസത്തിന് കേരളത്തെക്കാൾ മികച്ച ഒരിടം ഭാരതത്തിലില്ല. ഇന്ന് യോഗയ്ക്കും ആയുർവേദത്തിനും ലോകത്ത് പ്രിയമായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ആയുർവേദ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ഈ ആകർഷണം നേടിയെടുക്കാൻ കഴിയും. കേരളം ലോകത്തെ ആകർഷിക്കും. മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേരളത്തിൽ പോകണമെന്ന് മറ്റുള്ളവരിൽ ഒരു വികാരം ഉണ്ടാകുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകണം. അതിനാണ് ഇപ്പോൾ എൻ്റെ പ്രയത്നം.